ഇന്ന് നമ്മൾ ചോറിൻ്റെ ഒക്കെ കൂടെ ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി മാങ്ങക്കറിയാണ് റെഡിയാക്കുന്നത്. മാങ്ങയുടെയൊക്കെ സീസൺ വരുന്ന സമയത്ത് പച്ചമാങ്ങ വെച്ചിട്ട് വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ കറി. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു കറിക്ക് വേണ്ടിയിട്ട് അത്യാവശ്യം വലിയ സൈസ് 2 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. മീഡിയം വലുപ്പത്തിൽ വരുന്ന വലുതുണ്ട് എന്നുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാം കേട്ടോ. ആദ്യം ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതുപോലെ നീളത്തിലൊന്ന് മുറിച്ചെടുക്കണം. വളരെ കനം കുറയ്ക്കേണ്ട, അത്യാവശ്യം കട്ടിയോടുകൂടെ, അല്ലെങ്കിൽ നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് അങ്ങ് ഉടഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു വലുപ്പത്തിൽ ഇതുപോലെ മുറിച്ചെടുക്കുക. ആദ്യം നമ്മൾ ഈ മുറിച്ചെടുത്തിട്ടുള്ള മാങ്ങയിലേക്ക് ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കണം. ആ സമയത്ത് ഒരു ഇത്തിരി വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഒരു ടീസ്പൂൺ വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കുക. മാങ്ങയ്ക്ക് പുളി കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ വിനാഗിരി ഒരുപാട് വേണ്ട കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ ഇരുന്നോട്ടെ. ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികളൊന്ന് റെഡിയാക്കി എടുത്ത് വെക്കുക. അതിനായിട്ടൊരു 1.5 ടേബിൾ സ്പൂൺ അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. കാശ്മീരി മുളക് പൊടിയല്ല കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, എന്നിട്ട് ഇതിലേക്കൊരു 1/2 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. എല്ലാം കൂടെ മിക്സാക്കിയിട്ട് നല്ലൊരു പേസ്റ്റ് പോലെ കിട്ടും. അപ്പം ഇതും ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. അത് അവിടെ ഇരിക്കട്ടെ. നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. ഇനി നമ്മൾ കറി വെക്കാൻ എടുക്കുന്ന ചട്ടിയിലേക്ക് ആദ്യം ഒരു മീഡിയം സൈസിൽ വരുന്ന സവാള ഇതുപോലെ നീളത്തിൽ മുറിച്ചിട്ട് കൊടുക്കുക. സവാളയുടെ അളവ് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഒരു 1.5 സവാള വരെയൊക്കെ എടുക്കുക കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ഇതുപോലെ നീളത്തിൽ മുറിച്ചിട്ട് കൊടുക്കാം. പിന്നെ എരിവിന് വേണ്ടിയിട്ടുള്ള പച്ചമുളകാണ്. ഞാനിപ്പോൾ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് അധികം എരിവില്ലാത്ത മുളകാണ് കേട്ടോ. നല്ല എരിവുള്ളതാണെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ ഒരു 10-12 ചെറിയുള്ളി ഇതുപോലെ ഒരു ചെറിയുള്ളി 2-3 പീസായിട്ട് മുറിച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില, പാകത്തിനുള്ള ഉപ്പ്, അതുപോലെ തന്നെ ഈ സമയത്ത് നമ്മൾ കുറച്ച് വിനാഗിരി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ആദ്യം കുറച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ 2 ടീസ്പൂണും കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം മിക്സാക്കി നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇനി ഒഴിച്ചാൽ മതി. ആദ്യമേ കുറേ വിനാഗിരി ഒഴിക്കേണ്ട, കാരണം മാങ്ങയ്ക്ക് പുളി ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് കൈ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. അപ്പം ഈ ഒരു കറീൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ തന്നെ ഇതുപോലെ നല്ലോണം മിക്സാക്കി എടുക്കുക തന്നെ വേണം. അതായത് നല്ല സോഫ്റ്റായി കിട്ടണം. ആ ഒരു സവാളയൊക്കെ നമ്മൾ സ്പൂണ് വെച്ചിട്ട് വെറുതെ മിക്സാക്കി ചെയ്തിട്ട് കാര്യമില്ല. ഈ സമയത്ത് ഇതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. ശരിക്കും ഇതുപോലെ ഇങ്ങനെ ഞെരടി എടുത്തിട്ടുള്ള സവാള നമ്മളെ കറിയിൽ വരുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം മിക്സാക്കി വെച്ച ഒരു മസാലക്കൂട്ടുണ്ടല്ലോ, അത് മൊത്തത്തിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം ആദ്യം. എല്ലാം കൂടെ ഒന്ന് മിക്സായി വരുന്ന സമയത്ത് നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുള്ള മാങ്ങയുടെ കഷ്ണങ്ങളുണ്ടല്ലോ അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ മിക്സാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്ത് മാങ്ങ പൊട്ടിപ്പോകാത്ത രീതിയിൽ ചെറുതായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് നല്ലോണം മിക്സാക്കി എടുത്താൽ മതി. ഇനി ഇതിലേക്കുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു അത്യാവശ്യം വലിയ മുറി തേങ്ങ ചിരവി എടുത്തിട്ട് അതിൽ നിന്ന് എടുത്തിട്ടുള്ള പാലാണ്. അപ്പം തേങ്ങയുടെ 2ാം പാലാണ് കേട്ടത്. 2 കപ്പ് 2ാം പാലുണ്ട്. അതിൽ നിന്ന് എടുത്തിട്ടുള്ള ആദ്യത്തെ 1ാം പാൽ 1 കപ്പ് മാറ്റി വെക്കുക നമുക്ക് ലാസ്റ്റ് ഒഴിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു 2 കപ്പ് പാൽ ഇതിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് ഒഴിച്ചിട്ടൊന്ന് മിക്സാക്കുക. എന്നിട്ട് ബാക്കിയുള്ളതോടെ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം. ഈ ഒരു കറിക്കൊക്കെ വേണ്ടി നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുന്ന സമയത്ത് എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചിരവിയിട്ട് തന്നെ എടുക്കുക. അല്ലാതെ നമ്മൾ തേങ്ങാപ്പാലിൻ്റെ പൊടി കിട്ടുമല്ലോ അത് എടുക്കാത്തതായിരിക്കും കേട്ടോ നല്ലത്. കാരണം നാടൻ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കറിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ പാല് മൊത്തത്തിൽ ഒഴിച്ച് മിക്സ് ആക്കിയിട്ടുണ്ട്. നോക്കുമ്പോൾ ഇത്തിരി ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ഞാൻ ഇത്തിരി കൂടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് കറിയുടെ പുളി നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രമേ 1/2 ടീസ്പൂൺ വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കുക. അതായത് എന്തായാലും കറി തിളച്ച് വരുന്ന സമയത്ത് മാങ്ങയുടെ പുളി ഇറങ്ങും. അപ്പോൾ മാങ്ങയ്ക്ക് പുളി കുറവാണെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം കറിയൊക്കെ തിളച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വിനാഗിരി ഒഴിക്കാൻ പറ്റില്ല. ഇപ്പോൾ കറിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓണാക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കറി തിളച്ച് വന്നോട്ടെ. തിളച്ച് വരുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. എപ്പോഴും തേങ്ങാപ്പാലിൻ്റെ കറിയൊക്കെ വെക്കുന്ന സമയത്ത് ഒരു സൈഡിലേക്ക് തന്നെ ഇളക്കണം എന്ന് പറയാറുണ്ടല്ലോ. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇത് എൻ്റെതായിട്ടുള്ള റെസിപ്പി അല്ല കേട്ടോ. നമ്മൾ പല റെസിപ്പികളും കണ്ട സമയത്ത് തന്നെ എല്ലാവരും പറയുന്ന മെയിൻ കാര്യമാണ് പാലൊഴിക്കുമ്പോൾ പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്യണം എന്നുള്ളത്. അപ്പം ഒരു സൈഡിലേക്ക് തന്നെ അങ്ങ് ഇളക്കി കൊടുത്ത് ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കാം.
നല്ലോണം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ കറി റെഡി ആവും കേട്ടോ. അതായത് കഷ്ണങ്ങളൊന്നും വേവാൻ അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ. ഈ ഒരു മാങ്ങ മാത്രം ഒന്ന് അങ്ങ് വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ മാങ്ങയ്ക്ക് പിന്നെ ഒരുപാട് വേവുമില്ല. അപ്പോൾ ഒന്ന് എടുത്ത് നോക്കുക. നല്ലോണം ഇതുപോലെ തിളച്ച് കഴിയുന്ന സമയത്ത് ഒരു കഷ്ണം മാങ്ങ എടുത്തിട്ട് ഒന്ന് നോക്കുക വെന്തിട്ടുണ്ടോ എന്നുള്ളത്. ഒരുപാട് കുഴയാനും നിൽക്കണ്ട, കാരണം നമുക്ക് കഴിക്കാനുള്ള ഒരു ടേസ്റ്റിൽ എന്നാൽ അത്യാവശ്യം വെന്തിട്ടും ഉണ്ടാവണം. അപ്പോൾ നമ്മളിതിൽ ചേർത്തിട്ടുള്ള മാങ്ങയൊക്കെ പാകത്തിന് വേവായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം തിളച്ച് ഈ ഒരു രീതിയിൽ ഇരിക്കുന്ന സമയത്ത് തീ ഒന്ന് കുറച്ചിട്ട് ഇനി നമ്മൾ തേങ്ങയുടെ ഒന്നാം പാൽ ഏകദേശം 1 കപ്പാണുള്ളത്. 3/4 കപ്പും ഒരിത്തിരി 1 കപ്പിൻ്റെ അടുത്ത് തേങ്ങാപ്പാലുണ്ട്. ആ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്. പക്ഷെ എന്നാലും നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കണം, ഒരുപാട് ഉടയ്ക്കാതെ. അല്ലെങ്കിൽ ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുത്താലും മതി. ചട്ടിക്ക് നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ പാല് പിരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നല്ലോണം ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു 30 സെക്കൻഡോളം ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്കൊരു ഇത്തിരി ഉള്ളി വറുത്തൊഴിച്ചാൽ മാത്രം മതി. അതിന് വേണ്ടിയിട്ടൊരു പാൻ ചൂടാക്കിയിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കുക. അതിലേക്കൊരു 3-4 ചെറിയുള്ളി ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കുക. നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. ആദ്യം ഒരു 2 ഉണക്കമുളക് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്ന് മൂപ്പായി വരുന്ന സമയത്ത് ഗ്യാസ് ഓഫാക്കുക. എന്നിട്ട് ഇതിലേക്ക് ലാസ്റ്റ് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഒരു 1/4 ടീസ്പൂണൊക്കെ മതിയാകും മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒരുപാട് എരിവ് കൂടുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ കറിക്ക് നല്ലൊരു കളറും കിട്ടും, പിന്നെ നല്ലൊരു മണമൊക്കെ ആയിരിക്കും. അപ്പോൾ മുളക് പൊടി ഇടുന്ന സമയത്ത് ഗ്യാസ് ഓഫാക്കണം കേട്ടോ, കാരണം ഒരുപാട് ചൂടിലേക്ക് ഇട്ടാൽ ചിലപ്പോൾ കരിഞ്ഞു പോകുന്ന പ്രശ്നം വരും. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഈ കറി നമ്മൾ കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചിട്ട് എടുക്കുമ്പോഴേക്കും പാകത്തിന് കുറുകലൊക്കെ ആയി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യം ഒന്നുകൂടെ പറയാം കേട്ടോ. അതായത് ഇത് എൻ്റെതായിട്ടുള്ള റെസിപ്പി അല്ല, നല്ല ഫേമസ് ആയിട്ടുള്ള റെസിപ്പിയാണ് നമ്മൾ അങ്കമാലി മാങ്ങാക്കറി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെതായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഞാൻ വരുത്തിയിട്ടുമില്ല. പിന്നെ ഈ ഒരു കറി നമ്മൾ ഉണ്ടാക്കി ഉടനെ ഒരു ഇത്തിരി പുളി കുറവാണെങ്കിലും അതൊരു ഇത്തിരി സമയം ഇരിക്കുമ്പോഴേക്കും മാങ്ങയുടെ പുളിയൊക്കെ ഇറങ്ങിയിട്ട് പാകത്തിന് കറക്റ്റ് ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ ഒരു ഇത്തിരി ഈ ഒരു കറി ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഒരുപാട് ആളുകൾ ട്രൈ ചെയ്തെന്ന് തന്നെയായിരിക്കും. എന്നാലും ആരെങ്കിലുമൊക്കെ ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ചെയ്തു നോക്കിക്കോളൂ, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി എന്തായാലും നല്ലൊരു റെസിപ്പി ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക്